നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. സംസ്ഥാനത്ത് ഇന്ന് 3110 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 3922 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ 168 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 563 പേർ രോഗമുക്തരായി. വെണ്ടൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കടം ചോദിച്ച് തുക കൊടുക്കാത്തതിനുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന സൂചന. പരിക്കേറ്റ് നിലംപടവത്ത് ജിമ്മി ചികിത്സയിൽ. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാസുപുരം മുപ്ലിയം റോഡിലെ അപകട ഭീഷണി പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്ന് പരാതി. ഈ റോഡിലെ കുഞ്ഞക്കര പാലത്തിന് സമീപം വലിയ തോടിനോട് ചേർന്നുള്ള ഭാഗത്ത് സുരക്ഷാ ഭിത്തി ഇല്ലാത്തതാണ് അപകട ഭീഷണിയാകുന്നത്. പുതുക്കാട് കാഞ്ഞൂരിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്പഴക്കാടൻ ബെന്നിയുടെ ഭാര്യ ലിൻഡയാണ് മരിച്ചത്. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടന്ന തിരുനാൾ പ്രദക്ഷിണം ഭക്തി നിർഭരമായി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 36,720 രൂപയിലെത്തി. 2 ദിവസത്തിനിടെ സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത് 1280 രൂപയുടെ കുറവ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 3110 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 443, കോഴിക്കോട് 414, മലപ്പുറം 388, കോട്ടയം 321, കൊല്ലം 236, തിരുവനന്തപുരം 222, ആലപ്പുഴ 186, പാലക്കാട് 176, തൃശൂർ 168, കണ്ണൂർ 160, ഇടുക്കി 141, പത്തനംതിട്ട 131, വയനാട് 76, കാസർഗോഡ് 48 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.81%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 20 മരണങ്ങൾ COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 3322 രോഗം സ്ഥിരീകരിച്ചവരിൽ 45 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2730 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 295 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 40 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3922 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ജില്ലയിൽ 168 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 563 പേർ രോഗമുക്തരായി. തിങ്കളാഴ്ച സമ്പർക്കം വഴി 162 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തിയ 2 പേർക്കും രോഗ ഉറവിടമറിയാത്ത 4 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. വെണ്ടൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കൈക്ക് പരിക്കേറ്റ് നിലംപടവത്ത് ജോസഫിന്റെ മകൻ 42 വയസ്സുള്ള ജിമ്മി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച രാത്രി 8-നായിരുന്നു സംഭവം. കടം ചോദിച്ച തുക കൊടുക്കാത്തതിനുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് കരുതുന്നത്. അക്രമി സംഘത്തിലെ 3 പേർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. വീട്ടിലെത്തിയ സംഘത്തിൽ ഒരാൾ ജിമ്മിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയുമായിരുന്നു. പണം നൽകില്ലെന്ന് പറഞ്ഞതോടെ കൂടെ ഉണ്ടായിരുന്നയാൾ ജിമ്മിയെ കുത്തുകയായിരുന്നു. ഇത് കണ്ട് ഓടി വന്ന ജിമ്മിയുടെ അമ്മ റോസിയെ സംഘം കയ്യേറ്റം ചെയ്തു. വീട്ടുകാരുടെ നിലവിളി കേട്ട് സമീപവാസികൾ എത്തിയതോടെ സംഘം രക്ഷപ്പെടുകയായിരുന്നു. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാസുപുരം മുപ്ലിയം റോഡിലെ അപകട ഭീഷണി പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്ന് പരാതി. ഈ റോഡിലെ കുഞ്ഞക്കര പാലത്തിനു സമീപം വലിയ തോടിനോട് ചേർന്നുള്ള ഭാഗത്ത് സുരക്ഷാ ഭിത്തി ഇല്ലാത്തതാണ് യാത്രക്കാരുടെ ജീവന് അപകട ഭീഷണി ഉയർത്തുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുന്ന റോഡിൽ കുഞ്ഞക്കര പാലത്തിനു സമീപം വഴിവിളക്കും സംരക്ഷണ ഭിത്തിയും ഇല്ലാത്തത് ഇതുവഴിയുള്ള യാത്രാ അപകടം നിറഞ്ഞതാകുന്നു. ഈ ഭാഗത്ത് റോഡിനോട് ചേർന്ന് കുറുമാലിപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളിക്കുളം വലിയ തോട് കടന്നുപോകുന്നു. തോട് പുഴയിൽ ചേരുന്ന വാസുപുരം കടവിന് 1/2 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ഭാഗത്ത് തോടിന് ആഴം കൂടുതലാണ്. റോഡരികിൽ സുരക്ഷാ ഭിത്തി ഇല്ലാത്തതിനാൽ കാൽനടക്കാരും വാഹനങ്ങളും എപ്പോൾ വേണമെങ്കിലും തോട്ടിലേക്ക് വീഴാകുന്ന അവസ്ഥയിലാണ്. 2 വർഷം മുൻപ് ബൈക്ക് യാത്രക്കാരന് ഇവിടെ തോട്ടിൽ വീണ് മരണം സംഭവിച്ചിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു.
അപകട ഭീഷണി പരിഹരിക്കാൻ റോഡിനും തോടിനും മധ്യയായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ മുപ്ലിയം സ്വദേശി രവീന്ദ്രനാഥ് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികളെടുക്കാൻ കളക്ടർ മറ്റത്തൂർ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും തുടർ നടപടികളുണ്ടായില്ലെന്ന് രവീന്ദ്രനാഥ് പറയുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ചിമ്മിനി ഡാം, വേലുപ്പാടം, കൽക്കുഴി, മുപ്ലിയം, ഇഞ്ചക്കുണ്ട്, വെള്ളാരംപാടം പ്രദേശങ്ങളിലുള്ളവർ കൊടകര ദേശീയപാതയിലേക്ക് എത്താൻ ആശ്രയിക്കുന്ന എളുപ്പവഴി കൂടിയാണ് മുപ്ലിയം പുളിഞ്ചോട് വാസുപുരം റോഡ്. കുറുമാലിപ്പുഴയിലെ കച്ചേരിക്കടവിൽ പാലം വന്നതോടെ വേലുപ്പാടം, പുലിക്കണ്ണി, ചിമ്മിനി ഡാം, വരന്തരപ്പള്ളി പൗണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ചാലക്കുടി, നെടുമ്പാശ്ശേരി ഉൾപ്പെടെയുള്ള തെക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ എത്രയും വേഗം അധികാരികൾ നടപടികളെടുക്കണമെന്ന് ആവശ്യമുയരുന്നു. ഈ വഴിക്ക് കാൽനട പോലും അസാധ്യമാണ്. ഇരുചക്ര വാഹനങ്ങൾ എന്നും അപകടത്തിൽപ്പെടുന്നുണ്ട്. രാത്രികാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താതായിട്ട് ഇവിടെ ഒരു കുറേ മാസങ്ങളായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ തോടിന് റെയിൽ ഗാർഡ് സ്ഥാപിക്കണമെന്നും പറഞ്ഞ് ഞാൻ തൃശ്ശൂർ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് അവറുകളുടെ പരാതി പരിഹാര അദാലത്തിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ഇവിടെ റെയിൽ ഗാർഡിനുള്ള ഫണ്ട് അനുവദിക്കലൊക്കെ ഉണ്ടായി. പക്ഷേ നാളിതുവരെ മറ്റത്തൊരു ഗ്രാമപഞ്ചായത്ത് ആ പ്രവൃത്തി ചെയ്തിട്ടില്ല. ഇതിനു മുന്നേ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ബൈക്ക് യാത്രക്കാരൻ നിയന്ത്രണം വിട്ട് തോട്ടിൽ പോയിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ അപകടം ഒഴിവാക്കാനുള്ള ഒരു നടപടിയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. പുതുക്കാട് കാഞ്ഞൂരിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്പഴക്കാടൻ ബെന്നിയുടെ ഭാര്യ ലിൻഡയാണ് മരിച്ചത്. 45 വയസ്സ്. തിങ്കളാഴ്ച പുലർച്ചെ 4 മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. തുടർന്ന് പുതുക്കാട് പോലീസിലും ഫയർഫോഴ്സിലും വീട്ടുകാർ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗ്ലൻ, ലിയാന എന്നിവർ മക്കളാണ്. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടന്ന തിരുനാൾ പ്രദക്ഷിണം ഭക്തിനിർഭരമായി. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരുന്നു തിരുസ്വരൂപങ്ങളും തിരുശേഷിപ്പും എഴുന്നള്ളിച്ചുള്ള പ്രദക്ഷിണം. ഇടവകയിലെ 33 കുടുംബ കൂട്ടായ്മകളിലൂടെയും പ്രദക്ഷിണം കടന്നുപോയി. ഫാദർ ജോസ് തെക്കേക്കര, ഫാദർ പ്രകാശ് പുത്തൂർ, ട്രസ്റ്റിമാർ, PRO, കുടുംബസമ്മേളന ഭാരവാഹികൾ, തിരുനാൾ കമ്മിറ്റി കൺവീനർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നന്ദിപുരത്ത് ബേക്കറി ഉൽപ്പന്നങ്ങളുടെയും സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങളുടെയും കലവറ തുറന്ന് ബേക്ക് ഹട്ട് പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ആശീർവാദ കർമ്മം മുപ്ലിയം പള്ളി വികാരി ഫാദർ ഷാജു മേനോത്ത് നിർവഹിച്ചു. തുടർന്ന് ബേക്ക് ഹട്ട് വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം രാധിക സുരേഷ് അധ്യക്ഷയായിരുന്നു. വ്യാപാരി വ്യവസായി നന്ദിപുരം യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ ആദ്യ വിൽപ്പന നടത്തി. ബെന്നി പഞ്ഞിക്കാരൻ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗങ്ങളായ VB അരുൺ, ശ്രുതി രാഗേഷ്, ഷൈജു പട്ടിക്കാട്ടുകാരൻ, വ്യാപാരി വ്യവസായി നന്ദിപുരം യൂണിറ്റ് സെക്രട്ടറി സുമേഷ് നിവേദ്യം തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊതിയൂറുന്നതും ഉന്നത നിലവാരമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നന്ദിപുരം ഗ്രാമത്തിലെത്തിക്കുകയാണ് ബേക്ക് ഹട്ട് ബേക്കറി ഐറ്റംസ്. കൂൾ ഡ്രിങ്ക്സ് ആൻഡ് ഐസ്ക്രീംസ്, പാല്, തൈര്, പനീർ ബട്ടർ തുടങ്ങിയവയ്ക്ക് പുറമെ ചായ, കാപ്പി, ഷേക്ക്, ബിരിയാണി, അൽഫാം, ഷവർമ തുടങ്ങിയവയും ബേക്ക് ഹട്ടിൽ നിന്ന് സ്വന്തമാക്കാം. കേക്ക് നിർമ്മാണത്തിനാവശ്യമായ പ്രമുഖ ബ്രാൻഡുകളുടെ വിപ്പിംഗ് ക്രീം, ഷുഗർ ബോൾ, വൈറ്റ് ബാർ, ഡാർക്ക് ബാർ തുടങ്ങിയവയും ഇനി ബേക്ക് ഹട്ടിൽ നിന്നും ഉന്നത ഗുണനിലവാരത്തിലും മിതമായ നിരക്കിലും സ്വന്തമാക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ അച്ചപ്പം, കുഴലപ്പം, ഉണ്ണിയപ്പം തുടങ്ങിയ നാടൻ പലഹാരങ്ങൾ ഓർഡർ അനുസരിച്ചും തയ്യാറാക്കി നൽകും. ഹോം ഡെലിവറി സൗകര്യം ഉണ്ട്. 8593959631 എന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യാം. ഹോം ഡെലിവറിക്ക് പുറമെ വാട്സ്ആപ്പ് ബുക്കിംഗ്, ഗൂഗിൾ പേ സൗകര്യങ്ങളും ബേക്ക് ഹട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു.
മോനോടി നീരാട്ടുകുഴി റോഡിൽ യാത്രക്കാർക്ക് തടസ്സമായി വളർന്നു നിന്ന പൊന്തക്കാട് ഡിവൈഎഫ്ഐ മോനോടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷാഡ്നോ കൈതാരത്ത്, CPM മോനോടി ബ്രാഞ്ച് സെക്രട്ടറി KV വിശാഖ്, PR ആഷിൻ, അഭിജിത്ത് ബാബു എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 36,720 രൂപയിലെത്തി. ഇതോടെ ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 4,590 രൂപയായി. 2 ദിവസത്തിനിടെ 1,280 രൂപയുടെ കുറവ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തി. ആഗോള വിപണിയിലും സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. ഡോളർ കരുത്താർജിച്ചതും US ബോണ്ടുകളിലെ ആദായ വർധനയും ഓഹരി വിപണിയിലെ കുതിപ്പും സ്വർണ്ണവില കുറയാൻ കാരണമായി. കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകരണത്തിലേക്ക്. ഭൂരിഭാഗം പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചു. ഏതാനും തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പുകൾ ബാക്കി നിൽക്കുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് വരണാധികാരി കൂടിയായ താലൂക്ക് സപ്ലൈ ഓഫീസർ V ജയമോൻ, സെക്രട്ടറി TT സജി എന്നിവർ നേതൃത്വം നൽകി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സനൽ ഉണ്ണികൃഷ്ണനെയും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി VS നിജിലിനെയും, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ദിവ്യ സുധീഷിനെയും തെരഞ്ഞെടുത്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ SNDP യോഗം പുതുക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ഈഴവ സാമുദായിക അംഗങ്ങളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. SNDP യോഗം കൌൺസിലർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് CJ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം രഘു, സെക്രട്ടറി TK രവീന്ദ്രൻ, KR ഗോപാലൻ, PR സുകുമാരൻ, രജനി സുധാകരൻ, ബൈജു ചെല്ലിക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതുക്കാട്, അളഗപ്പ നഗർ, തൃക്കൂർ, വരന്തരപ്പള്ളി, പറപ്പൂക്കര, നെന്മണിക്കര പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമുദായിക അംഗങ്ങളെയാണ് ആദരിച്ചത്. അയ്യന്തോൾ കുറിഞ്ഞാക്കലിൽ തുരുത്തിലേക്കുള്ള ദുരിതയാത്രയ്ക്ക് പരിസമാപ്തി. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് കുറിഞ്ഞാക്കലിനെ പുതൂർക്കരയുമായി ബന്ധിപ്പിക്കുന്ന പാലം. ജില്ലാ ആസ്ഥാനമായ അയ്യന്തോളിന് സമീപമെങ്കിലും ഇവിടുത്തുകാർക്ക് പ്രധാന പാതയിലെത്താൻ വള്ളത്തെയോ പുഴയ്ക്കൽ വഴി 4 കിലോമീറ്ററോ ചുറ്റി സഞ്ചരിക്കേണ്ടിയിരുന്നു. പാലം വന്നതോടെ തുരുത്തിലെ 25 കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. 2018 പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. 496.79 ലക്ഷം രൂപ വകയിരുത്തി നബാർഡ് സഹായത്തോടെ KLDC ആണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പാലം നിർമ്മാണത്തിന് മുൻപ് തുരുത്ത് നിവാസികളുടെയും സ്കൂൾ കുട്ടികളുടെയും യാത്ര ദുരിതപൂർണമായിരുന്നു. ഒരു വഞ്ചിക്കടവ് മാത്രമായിരുന്നു ഏക ആശ്രയം. പാലം പൂർത്തിയായതോടെ പ്രദേശത്തെ 1500 ഏക്കർ കൃഷിയിടത്തിലേക്കുള്ള യന്ത്രസാമഗ്രികളുടെയും ഉൽപ്പന്നങ്ങളുടെയും നീക്കം ഇനി എളുപ്പമാകും. വിനോദസഞ്ചാര കേന്ദ്രമായി പുഴയ്ക്കൽ വളരുന്നതിന്റെ സാധ്യത കൂടി കണക്കിലെടുത്താണ് പാലം നിർമ്മിച്ചത്. വെറും ഒരു വഞ്ചിക്കടവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന 25 കുടുംബങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. 25 കുടുംബങ്ങൾ വളരെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥലമാണ് തുരുത്ത് എന്ന് പറയുന്ന ഈ പ്രദേശം. ഈ പ്രദേശത്തെ ആളുകൾ വർഷക്കാലമായാലും അതുപോലെ തന്നെ പ്രളയത്തിൻ്റെ സമയത്തും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഇവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പാലം. ഈ വഞ്ചി നമ്മൾ കയറ് കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ച് കിടന്നിരുന്നത് സ്കൂളിലേക്ക് പോകാനായിട്ടും സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വരാനായിട്ടും പിന്നെ കറവും കാര്യങ്ങളും പശുവും കാര്യങ്ങളൊക്കെ ആയിട്ട് കടത്താനും ഇതൊക്കെയായിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നതിനൊരു ടൈമായിരുന്നു. അങ്ങനെ എല്ലാ കൊല്ലം നിവേദനം കലക്ടർക്കും മന്ത്രിസഭയ്ക്കും എല്ലാവർക്കും കൊടുത്ത് ഒരു മുന്നറിയിപ്പില്ലാണ്ട് കിടക്കുകയായിരുന്നു. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏത് അവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ. അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. വരന്തരപ്പള്ളി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ആറ്റപ്പള്ളി, പയ്യൂർക്കാവ്, നമ്പിടിമൂല, പാറ, കല്ലൂപ്പാലം എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. പുതുക്കാട് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ചെങ്ങാലൂർ, സൂര്യഗ്രാമം, കുണ്ടുകടവ്, വലിയകുളം എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,590 രൂപ, പവന് 36,720 രൂപ.
ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. വരന്തരപ്പള്ളി കുരുതുക്കുളങ്ങര അക്കര ജോസ് ഭാര്യ ബേബി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലിസി, ഫാൻസി, പ്രീതി, റോബിൻ, സിസ്റ്റർ പ്രിയ, പരേതയായ പ്രേമ എന്നിവർ മക്കളും വർഗീസ്, തോംസൺ, സണ്ണി എന്നിവർ മരുമക്കളുമാണ്. രാപ്പാൾ പള്ളം മണ്ണാത്തിപ്പോട്ട അയ്യപ്പൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലതയാണ് ഭാര്യ. അനൂപ്, അർച്ചന എന്നിവർ മക്കളും അനീഷ് മരുമകനുമാണ്. കൊടകര ആനത്തടം നടുവത്ത് വീട്ടിൽ സോമൻ ഭാര്യ പുഷ്പലത നിര്യാതയായി. 59 വയസ്സ്. സംസ്കാരം നടന്നു. സുനിത, സുനിൽകുമാർ എന്നിവർ മക്കളും സുരേഷ്, രേഷ്മ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. സംസ്ഥാനത്ത് ഇന്ന് 3110 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 3922 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ 168 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 563 പേർ രോഗമുക്തരായി. വെണ്ടൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കടം ചോദിച്ച് തുക കൊടുക്കാത്തതിലുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന സൂചന. പരിക്കേറ്റ് നിലംപടവത്ത് ജിമ്മി ചികിത്സയിൽ. മറ്റത്തൂർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാസുപുരം മുപ്ലിയം റോഡിലെ അപകട ഭീഷണി പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്ന് പരാതി. ഈ റോഡിലെ കുഞ്ഞക്കര പാലത്തിന് സമീപം വലിയ തോടിനോട് ചേർന്നുള്ള ഭാഗത്ത് സുരക്ഷാ ഭിത്തി ഇല്ലാത്തതാണ് അപകട ഭീഷണിയാകുന്നത്. പുതുക്കാട് കാഞ്ഞൂരിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്പഴക്കാടൻ ബെന്നിയുടെ ഭാര്യ ലിൻഡയാണ് മരിച്ചത്. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടന്ന തിരുനാൾ പ്രദക്ഷിണം ഭക്തി നിർഭരമായി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 36,720 രൂപയിലെത്തി. 2 ദിവസത്തിനിടെ സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത് 1280 രൂപയുടെ കുറവ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകൾ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. നമസ്കാരം.